മുതൽ ഒരു പണിമുടക്കിൻ്റെ അനിശ്ചിതമായി കടകൾ അടച്ചിട്ട് പണിമുടക്കിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മാധ്യമ സുഹൃത്തുക്കളുമായി ചില വസ്തുതകൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും 4 കോടി പരം മലയാളികൾക്ക് പരിമിതമാണെങ്കിൽ പോലും എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ പൊതുവിതരണ സംവിധാനം. അത് കുറ്റമറ്റ രീതിയിലേക്കും പരമാവധി മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് കഴിഞ്ഞ 3.5 വർഷക്കാലം ഗവൺമെൻറ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും കണക്കുകൾ നോക്കിയാൽ 83% പരം കുടുംബങ്ങൾ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ, അത് കൃത്യമായി വിതരണം ചെയ്യുവാൻ എന്തെങ്കിലും കാലതാമസം ഉണ്ടാകുന്ന പ്രശ്നം വന്നാൽ ആ മാസത്തെ ഉൽപ്പന്നം വാങ്ങാൻ അടുത്ത മാസത്തെ സമയം കൂടെ അനുവദിച്ചുകൊണ്ട് ഒരാളിനും ഭക്ഷ്യധാന്യം നിഷേധിക്കാത്ത ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം, ഒരുപാട് വിമർശനങ്ങൾ, ഇത്ര ലക്ഷക്കണക്ക് 75-80 ലക്ഷത്തോളം കുടുംബങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ചില ചെറിയ ചെറിയ വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു പരിശ്രമമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതല്ലാതെ അത്തരം പ്രശ്നങ്ങളെ തള്ളിക്കളയുകയോ നിരാകരിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇത്തവണയാണെങ്കിൽ റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ച ആ ഘട്ടത്തിൽ തന്നെ റേഷൻ കടയിലേക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുന്ന വാതിൽപ്പടി സേവനത്തിൻ്റെ ലോറി കോൺട്രാക്ടർമാർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇന്നലെ 25-ാം തീയതി വരെ 25 ദിവസക്കാലം തുടർച്ചയായി അവർ സമരത്തിൽ ഉറച്ചു നിന്നു. 2 ഘട്ടങ്ങൾ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറായി. ആ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും അവർ അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. എന്താ ആ സമരത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം? ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. പൊതുവിതരണം അനിവാര്യമായിട്ടുള്ള ആ ഗവൺമെൻറ് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് അതിനെ വച്ച് വിലപേശുകയാണ്. അതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ജനങ്ങളെ അവരുടെ ഭക്ഷണത്തെ മുൻനിർത്തി ആ ഭക്ഷണത്തെ കയ്യിൽ വെച്ച് കൊണ്ട് വിലപേശുന്ന രീതി നമ്മുടെ നാടിന് ഒരിക്കലും ഗുണം ചെയ്യും. അങ്ങനെ 25 ദിവസക്കാലം തുടർച്ചയായി പണിമുടക്കിയപ്പോൾ വ്യാപകമായി പ്രചരണം വന്നത് കേരളത്തിലെ ഭക്ഷ്യധാന്യ വിതരണം പൂർണ്ണമായി സ്തംഭിച്ചു, ജനങ്ങൾക്ക് അന്നം മുടങ്ങി, അന്നം മുട്ടി എന്ന വ്യാപകമായി വർത്തമാനം ആളുകളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രചരണമാണ് വന്നത്. എന്നാൽ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയേണ്ടുന്നത് ഇന്നലെ വൈകുന്നേരം വരെ ഈ കഴിഞ്ഞ മാസം 59,31,393 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 64% കുടുംബങ്ങൾ 64% കുടുംബങ്ങൾ നമ്മുടെ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിപ്പോയി. ഇന്നലെ ഒരു ദിവസം 4,54,778 കുടുംബങ്ങൾ ഇന്നലെ ഒറ്റ ദിവസം കേരളത്തിലെ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിയ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ജനങ്ങളുടെ അന്നം മുടക്കാതെ ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ ഉൽപ്പന്നങ്ങൾ എഫ്സിയുമായുള്ള ചർച്ചകളിൽ കരാർ ഏർപ്പെടുമ്പോൾ ആ ധാരണ ഉറപ്പാക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ള ഇടപെടലുകളെല്ലാം നടത്തിക്കൊണ്ടാണ് ഈ രീതിയിൽ കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിൽ സമരക്കാരായി വരാൻ പോകുന്ന റേഷൻ വ്യാപാരികളോട് ഒന്നിലധികം തവണ ഞാനും ധനമന്ത്രിയും ചർച്ച നടത്തി. ഒന്നിലധികം തവണ അവരുടെ സമര നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നടത്തിയത്.
അതിനു മുന്നേ അവരുന്നയിച്ച ആവശ്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. നിരന്തരമായി അവരുടെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 3.5 വർഷം. അതിൻ്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ, അതിൻ്റെ കണക്കുകൾ ഔദ്യോഗികമാണല്ലോ, കാണാൻ കഴിയും. അതുപോലെ എല്ലാ വിഷയങ്ങളിലും അവരോട് അനുകൂലമായിട്ടുള്ള അനുഭാവപൂർണമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഞാൻ ധരിച്ചത് അവർ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ ധരിച്ചത്. സമരത്തിൽ നിന്ന് സ്വാഭാവികമായും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഏതൊരു ജനവിഭാഗവും അവർക്ക് ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന ഒരു നിലപാടെടുക്കാൻ പാടില്ല എന്നതാണ് ഗവൺമെൻറ് നിലപാട്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും. ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലെ ചുമട്ടു തൊഴിലാളികൾ, വിവിധ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ, അവരെന്തേ ഒരു അനിശ്ചിതകാല പണിമുടക്ക് നടത്തി സ്തംഭനാവസ്ഥ ഉണ്ടാക്കാത്തത്? അവർ നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കണക്കിലെടുത്തുകൊണ്ടല്ലേ. അവരുടെ കുടുംബങ്ങളിലടക്കം ഭക്ഷ്യധാന്യം എത്തണമെങ്കിൽ ഈ സംവിധാനം നിലനിൽക്കണമെന്ന ഉന്നതമായിട്ടുള്ള അവരുടെ ബോധമാണല്ലോ. അവരാണല്ലോ സാധാരണ സംഘടിത ശക്തിയായി പലപ്പോഴും സമരരംഗത്തേക്ക് വരുന്നതെന്നുള്ള ആക്ഷേപം നമ്മൾ കേൾക്കുന്നത്. എന്നാൽ അവർ പോലും സഹകരിക്കുന്ന നിലപാടെടുത്തു. 2022 അവർക്ക് വർധനവ് നടപ്പാക്കേണ്ടതാണ്, 2022. അപ്പോൾ അവർ പോലും സഹകരിക്കുന്ന നിലപാടെടുത്തത് പൊതുവിതരണ സംവിധാനമായതുകൊണ്ടാണ്. അപ്പോൾ ആ പൊതുവിതരണ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന റേഷൻ വ്യാപാരികൾ കട തുടർച്ചയായി അടച്ചിട്ട് ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല എന്നാണ് ഞാനും പൊതുസമൂഹവും ധരിച്ചത് എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് മറ്റൊരു വർത്തമാനം അവരെ വേദനിപ്പിക്കുന്നതോ അവരുടെ മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചോ ഞാൻ പറഞ്ഞു പോകാത്തത്. നിങ്ങൾ പലരും എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തത്. അതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പണിമുടക്കിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്മാറണം. ഗവൺമെൻറ്റുമായി സഹകരിച്ച് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ കഴിയണം. 63% കുടുംബങ്ങൾ ഭക്ഷ്യധാന്യം വാങ്ങിക്കഴിഞ്ഞു ഈ മാസത്തിൽ. അവശേഷിക്കുന്ന ഇനിയുള്ള 5 ദിവസങ്ങളിലാണ് ഏറ്റവും തിരക്ക് സാധാരണ റേഷൻ ഷോപ്പുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു 17% ആളുകൾ ഭക്ഷ്യധാന്യം വാങ്ങാൻ ബാക്കിയുണ്ട് എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. സാധാരണ വാങ്ങുന്ന ഒരു രീതി അനുസരിച്ച് ഒരു 17% ആളുകൾ കൂടി വാങ്ങിയാൽ മാത്രമേ കഴിഞ്ഞ മാസങ്ങളിലെ കണക്കിലേക്ക് എത്താൻ കഴിയൂ. അപ്പോൾ വളരെ ചെറിയ നമ്പർ, ചെറിയ ശതമാനമാണെങ്കിലും അവർക്ക് ഭക്ഷ്യധാന്യം നിഷേധിക്കാൻ പാടില്ല എന്നതാണ് ഗവൺമെൻറ് നിലപാട്.